വെറ്റില മുറുക്കാണ് ഗൈസ്. അതില്ലാണ്ട് ഒരു നേരം ഇരിക്കില്ല ആള്. ഹായ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഇന്നത്തെ വീഡിയോ അറിയണതുണ്ടല്ലോ, വെറൈറ്റി വീഡിയോ, വേറൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ കഞ്ഞുടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വിറകിന് പോകാൻ വേണ്ടി നിൽക്കുക. നല്ല കാറ്റുണ്ട്. ഇവിടെ അടുത്തൊരു തോട്ടം ഉണ്ട് കേട്ടോ. ഇവിടെ പോയി നോക്കട്ടെ വിറകുണ്ടോ. എല്ലാവരും പെറുക്കി കൊണ്ട് പോയിട്ടൊന്നും അറിയില്ല. അപ്പം നമുക്ക് പോണ വഴിക്ക് കാണാം കേട്ടോ. വെള്ളം എടുത്തമ്മ, കുപ്പിയിൽ വെച്ച വെള്ളം എടുത്തിട്ടില്ലേ? വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, എടുത്തിട്ടില്ല. ആ തോർത്ത് എടുക്കുക. അതോ ഈ തോർത്ത് പോരാ, 2 തോർത്ത് എടുത്തോളി. വെള്ളക്കുപ്പി എടുക്കട്ടെ. കുട്ടീനെ കയറ്റി പോലെ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാ തോർത്ത് 2 ഇല്ലേ അവിടെ? 2 എടുക്കും. അത് കുട്ടിയുടെ അത് വേണ്ടാത്തതാ. 2 തോർത്ത് എടുത്തോളി കേട്ടോ. എന്തമ്മ കാലി കുത്തിയോ? ആ, ഒരു പൂവ് കണ്ടു അമ്മേ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് പറയതാ അവിടെ. ഇതിനൊന്നും അങ്ങോട്ട് എത്തിപ്പെടേണ്ട കാര്യം കേട്ടോ. നല്ല വെയിലും അല്ലേ. വെള്ളം കുടിക്കുകയാണ് കേട്ടോ. വിറകൊക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് എത്താനാണ് പാട് ഇല്ലമ്മാ. ഒരു വലയായി. വിറകൊക്കെ ഉണ്ടല്ലേ അമ്മ. കൊണ്ടുപോകാനാണല്ലേ പ്രയാസം. നമ്മളെവിടെ അതിന് പോകുന്നു? കുറച്ച് ഭാഗമല്ലേ ചുള്ളൽ പെറുക്കിയുള്ളൂ അല്ലേ. ഞാനിവിടെ റെസ്റ്റിലാണ് കേട്ടോ. എനിക്ക് വിറക് കെട്ടാനൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ വെള്ളം കുടിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് ക്ഷീണിച്ചിട്ട്. അപ്പം അമ്മ വിറക് കെട്ടിത്തരാറുണ്ട്. ഇനി അത് ഏറ്റി കടത്തണം അങ്ങോട്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയിട്ടുള്ള ഞങ്ങളുടെ വർക്കാണ്. പിന്നെ കുഞ്ഞാറ്റ രാവിലെ ഇന്ന് നേരത്തെ അച്ഛൻ കൊണ്ടുപോയി അങ്ങോട്ട്. രാശേട്ടൻ വന്നിട്ട് കൊണ്ടുപോയി കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഫ്രീ ആ 2 പേരും കൂടി. അപ്പോൾ ഞങ്ങൾ നേരെ വിറകില്ല. ഞങ്ങൾക്ക് അറിയാലോ, നമ്മുടെ അടുപ്പിക്ക് ഇത്തിരി വിറക് പോരാ. അപ്പോൾ അങ്ങനെ നമ്മൾ റെസ്റ്റിലാണ്. ഇതൊക്കെ ഒന്ന് കടത്തി അങ്ങോട്ട് എത്തണം. കിതച്ചിട്ടേ നല്ല വെയിലും. ഞങ്ങൾ വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ ഏട്ടൻ വിളിച്ചു കേട്ടോ. കുട്ടിയൊക്കെ ഉറങ്ങി, ഞങ്ങൾ അങ്ങോട്ട് വരികയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഏട്ടൻ കുട്ടീനൊക്കെ കൊണ്ടുവന്ന് കിടത്തി. അപ്പോൾ ഇന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകണം പറഞ്ഞിട്ട് കുട്ടി എണീച്ചാൽ പറയുണ്ടു എന്നും പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ വന്നു. അങ്ങനെ ഇതാ ചായയൊക്കെ വെച്ചു. ചായക്ക് ഇന്ന് കടിയെന്ന് പറയണത് പൊട്ടുകടലയാണ് കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള വിറക് അമ്മയും കൊണ്ടുവന്നു കേട്ടോ. പിന്നെ സന്ധ്യ സമയമായി. അപ്പോഴത്തേനും ഏട്ടൻ വന്നു. അവൾ ഉറങ്ങണീച്ചപ്പോഴേക്കും കേട്ടോ. പിന്നെ അവളെ ഒന്ന് മേലൊക്കെ കഴുകി പുറപ്പിടിപ്പിച്ചിട്ട് ഇനിയിപ്പോൾ ഏട്ടൻ്റെ കൂടെ പറഞ്ഞു വിടണം കേട്ടോ. ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അവളും ഏട്ടനും കൂടി പോണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി എന്തായാലും ഇനി ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതിനിടയിൽ അമ്മ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. വിളക്കുളത്തണമല്ലോ. അപ്പോൾ ഇനി ഇവളെ എന്തായാലും പുറപ്പെടുവിച്ചിട്ട് പറഞ്ഞു വിടട്ടെ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഇവള് പൗഡറൊക്കെ എടുത്തിട്ട് കൈ പിടിച്ചിരിക്കുക കേട്ടോ. ഭയങ്കര വാശി പിടിക്കുക. അപ്പോൾ മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങളും കട്ടുമ്മരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് എറിഞ്ഞ് അമ്മനിപ്പോൾ കുളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പോയിട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ അമ്മ വിറകൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ റെസ്റ്റൊക്കെ എടുക്കുകയാണ് കേട്ടോ. ചായയൊക്കെ കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇനിയിപ്പോൾ എന്തായാലും ഇവർ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കുട്ടി ടാറ്റയൊക്കെ തന്നു പോയി. അതൊക്കെ കഴിഞ്ഞ് വന്നു. അമ്മ പോയി കുളിച്ച് വന്ന് വിളക്കൊക്കെ കൊളുത്തി. സന്ധ്യയായപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഏട്ടനും കുട്ടിയും കൂടി ഇങ്ങനെ വരുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, അവരിങ്ങനെ നൈസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് അച്ഛനും മോളും കൂടി വഴക്കിട്ടാണെന്ന് വിചാരിച്ചിട്ട്. എന്താണെന്ന് വെച്ചാൽ അവൾ ഭയങ്കര വഴക്കാണ് കേട്ടോ. വേറൊന്നും ഇല്ല, എന്തിനേലും വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വിടുകയല്ല. ഇതൊക്കെയാണ് കേട്ടോ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഫോണ് വേണം, ഫോണിൽ കാർട്ടൂൺ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ വാശി പിടിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോസ് പറയുന്നത് കുഞ്ഞു വീഡിയോസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ.
ഓളൊന്ന ഓപ്ഷനൊക്കെ അമർത്തിയാലേ നമ്മൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പം അച്ഛനും മോളും ഇതാ ഉടുപ്പൊക്കെ അഴിക്കണം, ചെരുപ്പൊക്കെ ഊരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ ബഹളം വെച്ചിട്ട് ഇനി ചെരുപ്പൊക്കെ അഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുളിച്ചിട്ടില്ല, കുളിക്കണം. അപ്പോൾ ഇനി കുറച്ച് എന്തായാലും ഇനി ഇവക്ക് കഴിക്കാനൊക്കെ കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇനി ഭക്ഷണമൊന്നും കഴിക്കാനുണ്ടാവില്ല, എന്നാലും എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. ഫംഗ്ഷനൊക്കെ പോയി കഴിച്ചതല്ലേ, എന്നാലും നമ്മൾ കിടക്കുമ്പോൾ സമയമാവും. ഇന്ന് കുറച്ച് നേരം വൈകിട്ടാണ് ആൾ എണീച്ചിരിക്കുന്നതും നേരം വൈകിട്ട് ഉറങ്ങുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഇതാ കാർട്ടൂണൊക്കെ കാണാൻ പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു ഏട്ടൻ. പിന്നെ അങ്ങനെ യാത്രയും പറഞ്ഞ് പിന്നെ ഏട്ടൻ പോയിട്ടോ. ഏട്ടനോടും കുറേ വാശി പിടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ചെരുപ്പ് വലിച്ചെറിയൊക്കെ ചെയ്തിട്ട് ഞാൻ ഫോൺ കൊടുക്കാത്തതിന് ഞാൻ ഫോൺ കൊടുക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഏട്ടൻ പറഞ്ഞു ഫോണൊന്ന് കൊടുക്കുക, എപ്പോഴും കൊടുക്കണ്ട, കൊടുത്ത് ശീലമായാലും മക്കൾക്ക് പിന്നെ അതന്നെ ഒരു ഇതാവുക. ഇപ്പം ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കുട്ടിക്ക് കഴിക്കാനൊക്കെ കൊടുക്കുമ്പോൾ ഞാനത് കൊടുത്ത് നോക്കിയിട്ടോ. നോക്കുമ്പോൾ അവളിപ്പോൾ ആ ഫോൺ തന്നെ വേണം, ഫോണിൽ കാർട്ടൂൺ കാണണം എന്നൊക്കെ ആയിട്ടോ. പിന്നെ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എല്ലാം കുറച്ച് നേരം സീരിയൽ എന്തെങ്കിലുമൊക്കെ കാണല്ലേ എന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ കുട്ടീനെ വാശി പിടിപ്പിക്കണ്ടല്ലോ എന്നും വിചാരിച്ചിട്ട് ഞാൻ കൊടുക്കാറ് കേട്ടോ. കണ്ടോ, വാശി പിടിച്ച് ഞാൻ ഫോണ് കാർട്ടൂൺ കാണാൻ കൊടുക്കണില്ല എന്നും വിചാരിച്ചിട്ട് പറഞ്ഞിട്ട് ചെരുപ്പൊക്കെ എടുത്ത് എറിഞ്ഞ്. അങ്ങനെ ഇനി അവൾക്കൊന്നും മേടിച്ചു കൊടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഏട്ടനെ ചട്ടം കെട്ടി അവളൊക്കെ വെക്കച്ച് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടനങ്ങനെ അവളെ ഒന്ന് ഭയപ്പെടുത്തിയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഏട്ടനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമം. കാരണം ഏട്ടനൊന്നും പറയാറില്ല കേട്ടോ. ഞാനാണ് അധികം ഒച്ചെടുക്കാറൊക്കെ എന്തെങ്കിലും വികൃതി കാട്ടുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ ഇതാ ഇപ്പോൾ കുഞ്ഞാറ്റാനെയൊക്കെ ഒന്ന് മയത്തിലൊക്കെ ആക്കുമ്പോഴത്തേന് കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇനി അത് കാണിച്ചു കൊടുക്കേണ്ടത് കൊണ്ടുവയ്ക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ പോകുന്നു. അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റ.